അന്യായം തൂക്ക്. എന്നിലെ ഞാൻ കട്ട ലാലേട്ടൻ ഫാനാണ്. അല്ലാണ്ട് മറ്റുള്ളവരെ പോലെ ഞാൻ അങ്ങനത്തെ ഒന്നുമില്ല. കട്ട ലാലേട്ടൻ ഫാനാണ്. ജനിച്ച നാൾ മുട്ടി ഇന്നുവരെ കട്ട ലാലേട്ടൻ ഫാൻ. പക്ഷേ കുറേ നാളുകളായി നമുക്ക് മനസ്സ് നിറഞ്ഞ് വന്നം, കണ്ണ് നിറഞ്ഞ് നമുക്ക് കൈയടിച്ചിറങ്ങണം. അത് ഇപ്പോഴാണ് വന്നത്. സിനിമയിൽ ലാലേട്ടനെ കാണിക്കണ ആദ്യത്തെ ഷോട്ട്, വെരി ഫസ്റ്റ് ലാലേട്ടൻ്റെ കാണിക്കണം വിജയ് മേനോൻ എന്നുള്ളൊരു ഷോട്ട്. അതിൽ ലാലേട്ടനല്ല, അത് വിജയ് മേനോനാണ്. അവിടെ നിന്ന് തുടങ്ങി പടം മഞ്ഞ്. പക്ഷേ ഈ സിനിമയിൽ ഞെട്ടിച്ച റോള് അനശ്വര. ഈ സിനിമ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും മുമ്പ് ഈ ഒരു റോള് അനശ്വര എങ്ങനെ ചെയ്യും, അനശ്വരയിലായിരിക്കണം കാര്യം പടത്തിൻ്റെ A to Z. അവളെങ്ങനെ ഈ ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോകുന്ന വെച്ചാലാണ് ഈ പടത്തിൻ്റെ വെഡിക്ക് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ എടുക്ക അവാർഡ് കൊടുക്കാൻ അനശ്വരക്ക് അതേ പറയാനുള്ളൂ. കാരണം ഓരോ ഷോട്ടുണ്ട്, ഒരു 3 വെട്ടിക്കൽ സീനുകളുണ്ട് അനശ്വര കാണിക്കുന്നത്. അതായത് ജിത്തു പറഞ്ഞ പോലെ 4 ആംഗിളിൽ നിന്ന് 4 ക്യാമറ എടുത്തിട്ട് ഒരു ക്വാർട്ടർ റൂം മൊത്തം ഇങ്ങനെ ചെയ്തേക്കുക. അതിൽ ഓരോരുത്തരുടെ ഇമോഷൻസ് എങ്ങനെ ക്യാപ്ചർ ചെയ്യണം അത് പക്ക. അതിൽ അനശ്വരയുടെ ഒരു സീനുണ്ട്, അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഒരു 3 വെട്ടിക്കൽ സീനുണ്ട്. അതൊക്കെ വെറുതെ പക്ക ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾ സൗണ്ട് കേട്ടിട്ട് എങ്ങനെ എടുക്കുന്നു. അനശ്വര അത് കഴിഞ്ഞിട്ട് പിന്നെ സിദ്ദിഖ് സാർ, അങ്ങേർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഈ റോള്. വെരി പെർഫെക്റ്റ്. കാര്യം ലാലേട്ടനെ കൂടി നിൽക്കുമ്പോൾ എങ്ങനെ ലാലേട്ടനോട് ഇത്തിരി ഒച്ചത്തി സംസാരിച്ചിട്ട് ലാലേട്ടൻ്റെ താഴ്ത്തണം, അത് സിദ്ദിഖിനെ പറ്റുള്ളൂ. സിനിമയിലത്തെ ഏറ്റവും പെർഫെക്റ്റ് സംഭവം കാസ്റ്റിംഗ് ആണ്. അതേപോലെ ജഡ്ജിയായിട്ട് അഭിനയിച്ച ആൾ, പേര് എനിക്കറിയില്ല, അയാളെ ലെഫ്റ്റ് ഹാൻഡിൽ എഴുതുന്നത് തന്നെ എന്താ ഒരു നല്ല പടമാണ്. കാണാം, കൊള്ളാം, ലാലേട്ടൻ അടിപൊളി. എല്ലാവരും നല്ല തരാം, കുഴപ്പമില്ല, നല്ല പരിപാടി. പക്ഷേ കാരണം സിനിമ ഇപ്പോഴും കണ്ടിട്ടുള്ള ആ ഒരു ഇമോഷണൽ, ആ ഒരു സിനിമയുടെ കൊളുത്തി വലിക്കുന്ന ഒരു ഫീൽ ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പല സിനിമകൾ കാണുന്നു, മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നു, കുറേ അടിച്ചുപൊളി ഇടിപെടങ്ങൾ വരുന്നു. പക്ഷേ ഇതിനിടയിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാലകാലങ്ങളോളം ഒരു ഡെപ്തുള്ളൊരു മൂവിയായിട്ടാണ് ഇപ്പോൾ ഈ മൂവിനെ എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കോർട്ട് റൂം സീൻസൊക്കെ പൂർണ്ണമായിട്ടും പെർഫെക്ഷനോട് കൂടിയാണ് എടുത്തേക്കുന്നത്. കാരണം അത്രയ്ക്ക് വെൽ ക്രാഫ്റ്റഡ് ആണ്. കാരണം ഞാൻ പേഴ്സണലി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് കോടതി മുറികളിൽ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകൾ അത്രയ്ക്ക് ഡീറ്റെയിലിങ്ങോട് കൂടി ഒബ്സർവേഷനോട് കൂടി എടുത്തിരിക്കുന്നു. ലാലേട്ടൻ്റെ കഥാപാത്രമാണെങ്കിലും പൂർണ്ണമായിട്ടും ഒരു നീതിക്ക് വേണ്ടിയുള്ള ഇരയ്ക്ക് എങ്ങനെ വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്, ആ കടന്നു പോകുന്ന ലോയറിൻ്റെ ഒരു പേഴ്സണൽ ആ ഒരു എന്താ പറയുക ഇമോഷണൽ ഡെപ്ത് അല്ലെങ്കിൽ മാനസിക സംഘർഷമൊക്കെ പൂർണ്ണമായിട്ടും അതിൽ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു കഥാപാത്രങ്ങൾ നല്ല രീതിക്ക് ഇരിക്കുന്നുണ്ട്. ഡിഫൻസൊക്കെ എത്രത്തോളം ഒരു പ്രതിരക്ഷിക്കാൻ വേണ്ടി പോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഞാൻ ഒരു സ്പോയിലേഴ്സായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു ആളുകൾക്കൊരു നോവ് നൽകുന്ന, അതുപോലെ തന്നെ പൂർണ്ണമായി തൃപ്തി നൽകുന്ന ഒരു ശരാശരി സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു മുതൽക്കൂട്ടാണ് സിനിമ. ഒരു മസ്റ്റ് വാച്ചാണ്. ലാലേട്ടൻ്റെ മാസ് ഡയലോഗ് അല്ലെങ്കിൽ മാക്സ് ആക്ഷൻ, മീശബിരി, മുണ്ട് വർക്കിക്കുത്തൽ മുതലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് പറയാനുള്ളത് ആൾ ക്ലാസ് ആയിട്ട് മാസ് ചെയ്തേക്കാണ്. അതായത് ആളുടെ ഓരോ ഡയലോഗുകളും ആളുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പൂർണ്ണമായിട്ട് കയ്യടി തിയേറ്ററിൽ നാച്ചുറലി വരുത്തുന്നുണ്ട്.